ഹായ് ഓൾ, മൈ ഫാമിലി ബീറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചില്ലി സോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ചില്ലി സോസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 100 ഗ്രാം പച്ചമുളക്, 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, സെലറി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പച്ചമുളക് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും സെലറിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചില്ലി സോസിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. നന്നായി തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വിനെഗർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർക്കാം. അവസാനം നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ? ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഞാൻ ഈ ചില്ലി സോസിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല എരിവുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് ഈ പഞ്ചസാര ഒന്ന് അലിപ്പിച്ചെടുക്കാം. ഇപ്പം ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ എല്ലാം ഓക്കെയാണ്. ഇതിപ്പോൾ നന്നായി തിളച്ച് ഇതിൻ്റെ കൺസിസ്റ്റൻസി എല്ലാം പാകമായിട്ടുണ്ട്. നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായി തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അങ്ങനെ നമുക്ക് ഏകദേശം 1 മാസം വരെ നമുക്കിത് യൂസ് ചെയ്യാം. അങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മൾ ചില്ലി സോസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.